നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു രോഗിക്ക് വേണ്ടി പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥാപനം തരാത്തതിൻ്റെ വീഡിയോ കണ്ണൂർ ഫെയറിൽ നിന്ന്. അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹം ഇവിടെ കടന്ന് നിലവിളിച്ച് കുറേ പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. ഉഡായിപ്പാണ് അദ്ദേഹം വന്ന്. അതിൻ്റെ താഴെ വേറൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു 30 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ്ക് പോലും ഇട്ടിട്ടില്ല, അവരിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് മെസ്സേജ് ഇട്ടത് മനോഹരൻ പൂലേരി എന്ന് പറയുന്ന ആളാണ്. കണ്ണൂർ ജില്ലയിലെ കുയിലൂർ സ്വദേശിയാണ് അദ്ദേഹം. ഞാൻ അടുത്ത് താമസിക്കുന്ന. ഇതൊരു രോഗികളുടെ ഒരവസ്ഥയാണ്. ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചു കൊണ്ടൊന്നുമല്ല. മുന്നേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു: ആഹാരവും ആരോഗ്യവും ശ്രദ്ധിക്കുക, രോഗം വന്നാൽ പിന്നെ തല ഉയർത്താൻ പറ്റില്ല, അടിമയായി ജീവിക്കേണ്ടി വരുന്നു. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഇതാണ് അവസ്ഥ. ഒരാളൊരു രോഗം പ്രയാസം വന്നു, അദ്ദേഹത്തിന് കൂട്ടിയാൽ കൂടാത്ത നിലയിലുള്ള സാമ്പത്തിക ചെലവുകൾ വരുമ്പോൾ പല ആളുകളെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാവാം, വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു കാലത്തും തലയുയർത്തി നടക്കാൻ പാടില്ല, ഒരാൾക്കും സഹായം ചെയ്യാൻ പാടില്ല, എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. ചിലരുടെ ചിന്താഗതി അങ്ങനെയാണ്, ചിലരുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. എത്രയോ ആളുകൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആ കമൻ്റ് ഇട്ട ആളുടെ 2 സുഹൃത്തുക്കൾ, ഒരാൾ വലിയൊരു അപകടം പറ്റി ഇനി മേലിൽ എഴുന്നേറ്റ് നടക്കില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ നല്ല നിലയിൽ സ്വന്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. വേറൊരാൾ RCCയിൽ ചികിത്സയിലായിരുന്നു, വലിയ പ്രയാസം അനുഭവിച്ചിട്ട്. അദ്ദേഹം ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, മട്ടന്നൂരിലുള്ള രാജേഷ്. നമ്മളെല്ലാവരും കൈകോർത്തതാണ്. ഒരു നാടും എല്ലാവരും. ഒരപകടം പറ്റിയിട്ട് അദ്ദേഹം ഇപ്പോൾ എഴുന്നേറ്റ് മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മിനിഞ്ഞാന്ന് വന്നു. ബാബ മട്ടന്നൂരിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു രോഗത്തിന്, ഒരു കാലഘട്ടത്തിൽ, ഒരു അപകടത്തിൽ, ഒരു രോഗത്തിന് പെട്ടുപോയി എന്ന് കരുതിയിട്ട് പിന്നൊരിക്കലും അദ്ദേഹം എഴുന്നേറ്റ് വരാൻ പാടില്ല. പിന്നെ എഴുന്നേറ്റ് വരികയോ മറ്റുള്ളവരെ സഹായിക്കുകയോ ചെയ്താൽ അത് ഉഡായിപ്പാണ് എന്ന് കാണുന്നവരോട് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത്തരം പറയുന്ന ആളുകൾ അവരാൾക്കൊരു സഹായം ചെയ്യാത്തവരായിരിക്കും. എന്തെങ്കിലും ഒരു 100 രൂപയുടെ സഹായം ചെയ്ത ഒരാളാണെങ്കിൽ അവരെന്താ ചിന്തിക്കുക? ഞാൻ സഹായിച്ച ഒരു വ്യക്തി, ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ, അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ആർക്കാണാവോ എന്നാണ്. പ്രിയ സുഹൃത്തെ, എനിക്കിത് വിളിച്ചു പറയാൻ താല്പര്യമുള്ളൊരു കേസൊന്നുമില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഈ കാലയളവിൽ സഹായിച്ച അത്ര സഹായങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കഴിയില്ല. ആർജവത്തോടെ എനിക്ക് പറയാൻ കഴിയും. കണ്ണൂർ ജില്ലയിലെ കിഡ്നി രോഗം ബാധിച്ച് കിഡ്നി മാറ്റിവെക്കപ്പെട്ട 300-ലധികം രോഗികൾ ഇന്നും സൗജന്യമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കിയത് ഞാൻ. അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. കണ്ണൂർ ജില്ലയിലെ കിഡ്നി രോഗികളെ മൊത്തം വെച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ആദ്യം ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നത് ഞാനാ. മനസ്സിലായില്ലേ? ഞാൻ കിടപ്പ് രോഗിയായിട്ടുണ്ടെങ്കിലും കിടന്നു പോയിട്ടുണ്ടെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്തു കൊടുക്കാൻ എന്നാലാവുന്നത് പറ്റും. അല്ലാതെ നിങ്ങളെപ്പോലെ വഴിമുടക്കുന്ന ആളല്ല. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം, അത് തെളിവ് സഹിതം പറഞ്ഞുതരാം എങ്ങനെയാണ് എന്ന്. അപ്പം അതുകൊണ്ട് ഒരു രോഗിയായിപ്പോയി എന്നുകൊണ്ട് പിന്നിന് മേലിൽ അവർ എഴുന്നേറ്റ് നടക്കരുത്, അല്ലെങ്കിൽ അവൻ എപ്പോഴും കിടപ്പിലായിരിക്കണം, അവരുടെ കുടുംബം ഒരിക്കലും ഉയർച്ച പ്രാപിക്കാൻ പാടില്ല, അവരൊരിക്കലും രക്ഷപ്പെടരുത് എന്ന ചിന്താഗതി നല്ലതല്ല. ഇത് ആർക്കാ സംഭവിച്ചോട്ടെ? അത്
ഈ കിഡ്നി, ലിവർ, കരള്, കണ്ണ്, കാത് എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ ഭഗവാനോട്, ദൈവത്തോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ശത്രുവിന് പോലും, ഈ കമന്റ് ഇട്ടാക്ക് പോലും ഈ രോഗം വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആത്മാർത്ഥമായിട്ടാണ്, വെറുതെ പറയുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പ്രതിസന്ധിയിലൊക്കെ ആയി വന്നപ്പോൾ എനിക്ക് മൂന്നാമതൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഗർഭം ധരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ നാട്ടിലുള്ള, അതായത് ഞാൻ താമസിക്കുന്ന കുയിലൂർ പ്രദേശത്തുള്ള ഒരാൾ എൻ്റെ ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും പറഞ്ഞു, 1 ആയി 2 ആയി 3 ആകുമ്പോൾ അവൻ ഇന്ന് നാളാന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു, അതെങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കുക, അത് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കണം, അവനെന്താ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ മകന് ഇന്ന് 6 വയസ്സായി, 1-ാം ക്ലാസ് സ്കൂളിൽ ചേർത്തു. ആ പറഞ്ഞവരുടെ വീട്ടിലെ അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ അവര് ഒരു രോഗവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നാളെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. മരിച്ചത് കൊണ്ട് ഞാൻ പറയുന്നതല്ല, അങ്ങനെ സംഭവിച്ചതിൽ ദുഃഖമുണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് നാളാകുന്നോ രോഗമെന്നോ ആർക്കും എപ്പോഴും സംഭവിക്കാൻ വന്നതെന്ന്. രോഗം വന്ന എനിക്ക് അറിയാം, പെട്ടെന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. ആകസ്മികമായിട്ട് ദൈവം നമുക്ക് ആയുസ് നീട്ടി തന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു രോഗം വന്നു എന്ന് കരുതി ആരും പിന്നെ തല ഉയർത്താൻ പാടില്ല എന്നൊരു ചിന്ത ശരിയല്ല. പിന്നെ കിഡ്നി രോഗികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് അറിയാനായിട്ടായിരിക്കും. ഒരു ദിവസം 1 ലിറ്ററിൽ താഴെ വെള്ളമേ അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ. മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലവർക്ക് മാസ്ക് അലർജിയാണ്. എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞത്, മാസ്ക് ധരിക്കുമ്പം പിന്നെ നമ്മളുടെ ശ്വാസം തന്നെ മാസ്കിലേക്ക് പോകുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക്, നമ്മൾ പുറന്തള്ളുന്ന അശുദ്ധ വായു തിരിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന. മാസ്ക് എപ്പോഴും ധരിക്കാൻ പാടില്ല, അത് ധരിക്കേണ്ട സമയത്തേ ധരിക്കാവൂ. ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മാസ്ക് ഇട്ടിട്ടില്ല, ഇപ്പം മാസ്ക് ഇട്ടിട്ടില്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. പക്ഷെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ഭയമുള്ളവർക്ക് മാസ്ക് ധരിക്കാം, ഭയമില്ലാത്തവർക്ക് അത് പ്രശ്നമില്ല. പിന്നെ അവർ ചോദിച്ച ചോദ്യം 30 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. 30 ലക്ഷം എനിക്ക് വന്നോ ഇല്ലയോ, ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ, പോകുന്നുണ്ടോ, വരുന്നുണ്ടോ, എന്താണ് ഞങ്ങളുടെ ഭവനാന്തരീക്ഷം എന്നൊന്നും ഈ കമന്റ് ഇട്ട ആളുകൾ ആരും അന്വേഷിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പം അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, ഇവർക്ക് ഇപ്പം സോണിയാഗാന്ധി അടുത്ത ദിവസം വയനാട്ടിലേക്ക് വരാൻ പോവുകയാണ്. ഇവരൊക്കെ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകളാ. അതുകൊണ്ട് അവരിനി പൊതുരംഗത്തേക്ക് പ്രവർത്തിക്കാത്ത ആളുകളായി മാറുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇന്നലെ രോഗിയായ ഒരാൾ ഇന്ന് പ്രവർത്തിച്ചുകൂടാന്നില്ല. ഇനി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൂടാന്നില്ല. ഞാൻ ഈ കാലയളവിൽ ഇതൊന്നും പറയാൻ താല്പര്യമില്ല, കാരണം പണ്ടേ അമ്മ പറയാറുണ്ട്, കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അതെൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആർക്കാണ് ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 ആളുകളെ നിങ്ങളുടെ മുമ്പിൽ നിരത്താൻ എനിക്ക് പറ്റും. പക്ഷേ നമുക്ക് പ്രചരണം വേണ്ട, നമുക്ക് നന്മമരമെന്നോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്നോ പറഞ്ഞുള്ള അവാർഡോ അംഗീകാരമൊന്നും വേണ്ട. കാരണം ഞാൻ വിതക്കുന്നത് എനിക്ക് കൊഴിയാൻ പറ്റും. ഞാൻ വിതക്കുന്നത് എന്താണോ അതെനിക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള പല ആളുകളും പല സഹായങ്ങളും, നിങ്ങളെപ്പോലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുകൾ, അതിന് തെളിവുണ്ട്, ഞാൻ പറഞ്ഞില്ല, ആനുകൂല്യങ്ങളും പല വാതിലുകളും അടച്ചപ്പോഴും വിശാലമായ മറ്റു പല വാതിലുകളും എനിക്ക് വേണ്ടി തുറക്കാൻ കാരണം, ഞാൻ ഇന്നും തലയുയർത്തി അഭിമാനത്തോടെ ജീവിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് ഒരു രോഗിയായി പോയി കുറേ ആളുകൾ സഹായിച്ചു പോയി എന്ന് കരുതി അവരിനി ഒരു കാലഘട്ടത്തിലും നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, ടൂർ പോകാൻ പാടില്ല എന്ന ചിന്താഗതി ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഉപേക്ഷിക്കണം. അവർക്കും പറക്കാൻ ആഗ്രഹമുണ്ട്, അവർക്കും പറക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ പറക്കുന്നത് പോലെ പറക്കാൻ ആഗ്രഹമുള്ളവരെ മനുഷ്യരല്ലേ അവർ. അതുകൊണ്ട് അവർ പറക്കാൻ അനുവദിക്കൂ. അവർ എഴുന്നേറ്റ് നടക്കട്ടെ, അവരാളുകളെ സഹായിക്കട്ടെ.
നിങ്ങൾ ചിലർ സഹായിച്ചു എന്ന് പോയതുകൊണ്ട് ഇനിയൊരിക്കലും അവർ തലയുയർത്തി നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ, എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത ആ ഒരു സഹായത്തിന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രപഞ്ചശക്തിയിൽ നിന്നും ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ? അതിൻ്റെ നന്മ നിങ്ങൾക്കുണ്ടാവുമോ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, സഹായിക്കുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. സഹായം മുടക്കികളേ പറയുള്ളൂ. അത് വേറൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട രോഗികൾ, പ്രയാസമനുഭവിക്കുന്ന രോഗികൾ നിങ്ങളുടെ മുമ്പിൽ യാചിക്കുക എന്നുള്ളത് അഭിമാനം കൊണ്ടൊന്നല്ല, നിവൃത്തികേട് കൊണ്ടാണ്. ആ നിവൃത്തികേട് കൊണ്ട് വന്നവർ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ, അവരുടെ മക്കളെയും കുടുംബവും കൂട്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അവർ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, അവർ കറങ്ങുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, ദയവ് ചെയ്ത് കുറ്റപ്പെടുത്തരുത്, അവരെ പരിഹസിക്കരുത്, അവരെ അനുവദിക്കൂ. നിങ്ങൾ ഒരു അഭ്യർത്ഥനയാണ്. ബാക്കി അദ്ദേഹം അങ്ങനെ ഒരു കമൻ്റ് ഇടാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.